പറഞ്ഞു എന്താ തോമ നമ്മള് ചെയ്യുന്നത് ഇവിടെ? ആരുടെ ബർത്ത്ഡേയാ? ആരുടെ ഹാപ്പി ബർത്ത്ഡേയാ? സർപ്രൈസ് ആണോ? ആനമ്മ എന്തിയേ? നമ്മൾ എഴുന്നേപ്പിച്ചു. രാത്രി പറയാം. Happy birthday. Anname, come here. Nani. Anname, odi va. Ruby. Odi va. Mama, uda. Mama, odi va. You stay here. Uda. Ini uda. പാട്ട് പാട്. Happy birthday to you. നീ ഊതി കെട്ടിയോ? നീ എന്തിനാ? ഇത് മാറ്റി. കുഴപ്പമില്ല. ഓരോ ബർത്ത്ഡേകളായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. കാത്തിരിക്കുക അടുത്ത ബർത്ത്ഡേ. ആദ്യം അറിയാം. ആദ്യം യൂട്യൂബിന്റെ കാർഡ്. ഓക്കെ, പാപ്പി ഉറങ്ങിപ്പോയി. അത് നോക്കാം. നിക്ക് വെയിറ്റ്. We all love you very deeply. You have 2 loving daughters, Anne and Aksa Vincent, and then you have your grandchildren who love you with all their hearts, especially me. You might like this Alana's signature. Anna's signature, Pepper's signature, Mama's signature, Amma's signature, Ajan's signature, Annamme's kai print, Tomato kai print, and kai print, Kuriyape's kai print. Thank you. God bless you. Bye bye. Happy birthday, Bara. Happy birthday, Bara. Happy birthday. Thank you. Happy birthday. God bless. അമ്മയ്ക്ക് ഇനി എല്ലാം കൂടെ പിടിക്കാൻ കൈ തികയത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മേടിക്കാഞ്ഞ.
ഈ ഗിഫ്റ്റ് ഒക്കെ ഞാൻ എടുത്തോണ്ട് പോയിക്കടാ. വീട്ടിലെല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതുവരെ കഴിക്കാത്തൊരു ഫുഡ് പുറത്തു പോയി എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇപ്രാവശ്യം അമ്മയുടെ ബർത്ത്ഡേക്ക് നമുക്ക് സർപ്രൈസാക്കി എല്ലാവരെയും വിളിച്ച് നമുക്ക് ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയി ഇതുവരെ കഴിക്കാത്തൊരു ഫുഡ് ട്രൈ ചെയ്യാമെന്ന്. പക്ഷെ മിക്കവാറും പുറത്തു പോകുമ്പോൾ സംഭവിക്കുന്നത് അവസാനം കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കുകയുള്ളൂ. ഒന്നല്ലേ നോർത്ത് ഇന്ത്യൻ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സൗത്ത് ഇന്ത്യൻ ഏതെങ്കിലും പുതിയ റെസ്റ്റോറൻറ്റ്, അല്ലെങ്കിൽ ഇതിനിടയ്ക്കുള്ള ഹൈദരാബാദിയോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് റെസ്റ്റോറൻറ്റ്. പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേയും കൂടെ ആയതുകൊണ്ട് നമ്മൾ അമ്മയ്ക്കൊരു സർപ്രൈസും ആക്കി നമ്മൾ അവസാനം ഒരു വെറൈറ്റി ഫുഡ് തന്നെ കഴിക്കാൻ വേണ്ടി നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നു. ഇതൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റാണ്. ഈ റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യാനൊരു കാരണം കൂടെ ഉണ്ട്. നമ്മുടെ ലാലേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാപ്പനീസ് ഫുഡെന്നാണ് പറയുന്നത്. ആളുടെ വീട്ടിൽ ഒരു ജാപ്പനീസ് സ്റ്റൈൽ കിച്ചണൊക്കെ സെറ്റ് ചെയ്ത് അവിടെ കുക്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം ലാലേട്ടനെ പോലുള്ള ആൾ ലോകത്ത് ഇത്രയും രാജ്യങ്ങളിലൊക്കെ സഞ്ചരിച്ച് പലതരം ഫുഡ് കഴിച്ച് ഉള്ള ആളോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതെന്ന് ചോദിക്കുമ്പം അത് ജാപ്പനീസ് ഫുഡാന്ന് പറയുമ്പം അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ടെന്ന് എനിക്കും തോന്നി. അപ്പം ആ പ്രത്യേകത എന്താണെന്ന് അറിയാനും അത് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് ട്രൈയും കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഇത് സെലക്ട് ചെയ്തത്. ഫുഡ് കഴിക്കുന്നതിനേക്കാളും രസമായിരുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കാൻ. കാരണം ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പായിരുന്നു. പക്ഷേ ഇവർ ഉണ്ടാക്കി തുടങ്ങിക്കഴിഞ്ഞപ്പം എല്ലാവരും ആ വിശപ്പൊക്കെ അങ്ങ് മറന്നു. പിന്നെ ഇതും കണ്ട് അത് നോക്കിയിരുന്ന് ആസ്വദിക്കുമായിരുന്നു. സാധാരണ ഇങ്ങനെ എല്ലാവരുമായിട്ട് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുമ്പം ഒരിക്കലും ഇങ്ങനെ ആസ്വദിച്ചിരുന്ന് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ പിള്ളേരൊക്കെ എപ്പോഴും അലമ്പായിരുന്നു. പക്ഷേ ഇവിടെ ആ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം പിള്ളേർ ഇതെല്ലാം കണ്ട് ആസ്വദിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചു. അതുകൊണ്ട് നമ്മളും ഹാപ്പി, പിള്ളേരും ഹാപ്പി. അവിടെ ഉണ്ടോ? അവിടെ കഴിഞ്ഞോ?
കാണിച്ചു ഇങ്ങോട്ട് ക്യാമറോട്ട് കാണിക്കാനോ? ചേട്ടൻ ഇരട്ടത് കേട്ടോ, ഞാൻ എടുത്തരാം ചേട്ടാ. ചേട്ടൻ വെളുപ്പിച്ച് ഇതെന്നാ കിരീടമൊക്കെ ആയിട്ടുള്ള വരും, വിജയിച്ച് കിരീടമൊക്കെ വരും. ആ ഫോട്ടോയും കിട്ടിയില്ലേ ഇതിലോ? വേണ്ട പേപ്പർ എടുത്തു തരാം, പിന്നെ എടുക്കാം. എല്ലാരും എടുക്കണം കേട്ടോ. ഫോട്ടോഗ്രാഫർ. Hello, how are you? Hi guys.